എൻ്റെ പേര് ബിജു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പയ്യന്നൂരാണ്. ഹോട്ടലിലെ വെയിറ്ററാണ്. 10 വർഷത്തോളം സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവറായിരുന്നു. കൊറോണയൊക്കെ ബാധിച്ച് എല്ലാവരും ജോലി പോയി നാട്ടിലെത്തി. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പോലെ എനിക്കും പ്രശ്നങ്ങളായി. 15 വർഷം നല്ലപോലെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗൾഫ് പ്രവാസ ജീവിതം നിർത്തി നാട്ടിലെത്തിയതോടുകൂടി ഒരു കരിദിനം പോലെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ച് അവരെ വീട്ടിൽ പോയി. ഞാൻ ഒറ്റയ്ക്ക് 2.5 വർഷത്തോളം താമസിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഈ പയ്യന്നൂർ വെച്ച് കാണുന്നത്. ആദ്യമായി കണ്ടു. അപ്പോൾ അവൻ ഈ ഉടമ്പടി പ്രാർത്ഥനയും തൈലവും ഒക്കെ തേക്കുന്ന കണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഇത് ഇങ്ങനെ ഒരിതുണ്ട്, കൃപാസനം എന്നൊരു മാതാവുണ്ട്, അവിടെ പോയി ചേട്ടൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. 2024 ഫെബ്രുവരി 1 തീയതി ഞാൻ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ പുണ്യഭൂമി വിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ 2.5 വർഷം വിളിക്കാതിരുന്ന ഭാര്യ എന്നെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ തിരക്കുന്നു. എന്നോട് പറയുന്നു, നമുക്കിനി പഴയതുപോലെ ഒരു വഴക്കും ഇതൊന്നും വേണ്ട, നല്ലപോലെ ജീവിക്കണം, നമുക്കൊരു വീട് എടുക്കണം, എനിക്ക് ഇനി വയ്യ. എന്നിൽ നിന്ന് മാറി താമസിച്ചതിനൊക്കെ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു. ശ്വാസം മുട്ടലായിട്ടും നടുവേദനയായിട്ടും കാൽമുട്ട് വേദനകളായിട്ടും. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാര്യം ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഞാനിത് അറിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ അവളെയും കൂടെ കാര്യം പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങനെ രാവിലെ എൻ്റെ മകനും മകളും കൂടി മാറി വിളിക്കുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് 5 മണിക്കാണ് വരുന്നത്. വന്ന് ഉറങ്ങിപ്പോയി പ്രാർത്ഥനയും കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത് കിടന്ന് അവൻ പറഞ്ഞു, ചേട്ടായി കുറേ നേരം കൊണ്ട് ഫോൺ അടിക്കുന്നു, എടുത്തോ, എന്താണെന്നറിയില്ല. വിളിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, ശ്വാസം മുട്ടിയിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ അപ്പോഴേ മെഴുകുതിരി കത്തിച്ചു, മാതാവിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യയുടെ ശ്വാസം മുട്ടൽ മാറ്റി തരണേന്ന് പറഞ്ഞു. ഇപ്പോൾ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഒരു 100-ൽ ഇനി ഒരു 20% കൂടെ മാറാനുണ്ട്. അതെൻ്റെ മാതാവ് മാറ്റിത്തരും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞിരുന്നു, ആ സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. അപ്പോൾ അവനെ നമ്മുടെ എല്ലാ ചൊവ്വാഴ്ചയും ഞാനും അവനും കൂടി ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ ഒരാളെ കണ്ടുമുട്ടി. ഒരു 35 വയസ്സുണ്ട്, ഒരു അമ്മയും മകനും ഉള്ളൂ. അപ്പോൾ ആ പുള്ളിയുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. ആ കിടന്നിട്ട് മുതുകിൽ വ്രണങ്ങളായി. അത് വേറൊരു ഭാഗത്ത്, കാല് രണ്ടും അനങ്ങാത്ത വേറൊരു ഭാഗത്ത് അമ്മ മാത്രമേ ഉള്ളൂ. ദീപു എൻ്റെ ഫ്രണ്ട് പോയി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ദീപുവിന് ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് പോയി. ആ ദൗത്യം അവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച വരെയും നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ എൻ്റെ ആ സുഹൃത്തിന് വേണ്ടി കഴിക്കാനുള്ള ആഹാരമായാലും എന്താ ഞാൻ ഇത് കൊണ്ടേ പോകത്തുള്ളൂ. അവന് ചെന്ന് അടുത്തിരുന്ന് പറയും, കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞ് ഈ തൈലം ഞാൻ ഒരു ദിവസം അവൻ്റെ കാലിൽ തേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ ധൈര്യമായിട്ട് തേച്ചോ എന്ന് പറഞ്ഞു. പിറ്റേ ചൊവ്വാഴ്ച ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, മകനെ ആ തൈലം എനിക്ക് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ അത് തരാൻ പറ്റത്തില്ല. കൃപാസനം പള്ളിയിൽ പോയിട്ട് അമ്മ ഒരു ഉടമ്പടി എടുക്കണം മകന് വേണ്ടി. അപ്പോഴവിടെ നിന്ന് ഇതെല്ലാം കിട്ടും, അപ്പോഴേ ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നും ഞാനിവിടെ വരുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിലോട്ട് പോവുകയാണ്, പക്ഷെ അമ്മയ്ക്ക് വരാൻ കഴിയില്ല. കാരണം ആ മകനെ നോക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. അരയ്ക്ക് താഴെ തളർന്നുപോയി, വ്രണമുണ്ട്. ഇപ്പോൾ ആ വ്രണം ഏകദേശം ഒരു 90% ഒക്കെ കുറഞ്ഞു. ആ തൈലം തേച്ചതിന് ശേഷം എന്തോ വ്യത്യാസമുണ്ട്. അവരെന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, മകൻ കൊണ്ടുവന്ന് തേച്ച തൈലം എനിക്ക് തരണം, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഒരു ദിവസം വരുമ്പോൾ ഞാൻ ആ അമ്മയും കൂട്ടി വരും. ഇവിടെ കൊണ്ടുവരാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഇപ്പോഴും ഒന്നും തന്നെ നേടിയിട്ടില്ല. എൻ്റെ മാതാവിൻ്റെ കൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഈ ഫാമിലിയിൽ നിന്ന് മാറി താമസിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് അങ്ങ് മാറിപ്പോയി. കാര്യം എനിക്ക് ഒന്നിനൊരു കൃത്യനിഷ്ഠയോ നല്ലൊരു ലൈഫോ ഇല്ല. ഒരു പൂർണ്ണമായിട്ടും ലഹരിക്ക് അടിമപ്പെട്ട പോലെ ആയിരുന്നു. എന്നാൽ ഭയങ്കര ലഹരിയല്ല. പക്ഷേ ദീപു എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ചെയ്താലെല്ലാം മാറുമെന്ന് പറഞ്ഞു. ഇവിടെ വരുന്നത് ഫെബ്രുവരി 1 തീയതി
2024 ഫെബ്രുവരി 1-ാം തീയതി ഉടമ്പടി എടുക്കുന്നു. അതിന് 2 മാസം മുന്നേ ഞാൻ എൻ്റെ എല്ലാ ലഹരി വസ്തുക്കളും ഞാൻ ഉപേക്ഷിച്ചു. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊരു കമ്പനിയില്ല, എനിക്കത് ഇഷ്ടമല്ല, ഇനി മേലിൽ അങ്ങനെ ചെയ്യത്തുമില്ല. ഇപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറയും, നീ ആ വഴി പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വഴി പോകും, അത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. അത് എനിക്ക് മാതാവ് എൻ്റെ ചെവിയിൽ വന്ന് പറയുന്ന പോലെയാണ് തോന്നുന്നത്. പല ദിവസങ്ങളിലും രാത്രി ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനില്ല. അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ പ്രവാസ ജീവിതം മതിയാക്കി വന്നപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് എല്ലാവരും എന്നെ ഒഴിവാക്കി. ആർക്കും കറിയിലിട്ട കരിവേപ്പില പോലെ എടുത്ത് ഒഴിവാക്കി കളഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ വൈഫിനെയാണ് കുറ്റം പറയുന്നത്. അവൾ കാരണമാണ് ഞാനിങ്ങനെ ആയിപ്പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഇതൂടെ വന്നപ്പോഴാണ് അവൾ വേറെ താമസിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്തായാലും എൻ്റെ മാതാവ് എല്ലാം എനിക്ക് എല്ലാം നല്ലതുപോലെ പഴയതുപോലെ ആയി വരുന്നുണ്ട്. ഒരു കയറിക്കിടക്കാൻ ഒരു വീടോ സ്വന്തമായിട്ടുണ്ട് ഭൂമിയോ ഇല്ല. അതും എൻ്റെ മാതാവ് എനിക്ക് വാങ്ങിത്തരും. അതിനുള്ള സഹായം മാതാവ് ചെയ്യുമെന്നുള്ളൊരു 100% ഉറപ്പ് എനിക്കുണ്ട്. കാര്യം ഇതുവരെയും ഇന്നിതാ ഈ നിമിഷം വരെയും ഞാൻ എൻ്റെ മാതാവിനെ വിട്ട് വേറെ ഒന്നും ചെയ്യില്ല. മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. കാര്യം എൻ്റെ മാതാവാണ് എന്നിൽ നിന്ന് ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ മിക്കപ്പോഴും എൻ്റെ ഭാര്യയുടെ സഹോദരനെ വിളിച്ച് പറയും, അളിയാ എൻ്റെ ചേച്ചി വിളിച്ചിട്ട് പറയണം ഡൈവേഴ്സിന് കൊടുക്കണമെന്നാണ് പറയണത്. അവൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അന്ന് രാവിലെ ഞാനിവിടെ ഉടമ്പടിയും കഴിഞ്ഞ് റോഡിൽ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ അതെൻ്റെ മാതാവ് ചെയ്തു തന്നതാണ്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിക്കും. പിന്നെ ഇവിടെ നാട്ടിൽ നിന്നാൽ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ എൻ്റെ മാതാവിനോട് ഞാൻ ഒരു ഉടമ്പടി വയ്ക്കാത്തൊരു കാര്യം മാതാവിനോട് പറയുകയാണ്. എൻ്റെ സുഹൃത്ത് ഇപ്പോൾ സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ അവരെ കമ്പനിയിലൊരു ജോലി എനിക്ക് ശരിയാക്കി തന്നു. പക്ഷേ ആ ജോലി എല്ലാം റെഡിയായി അവരെ കമ്പനി മാനേജർ വരെ വിളിച്ചതാണ്, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് എന്നിൽ നിന്ന് മാറിപ്പോയി. ഇതെല്ലാം മാറ്റി ആ വിസ എനിക്ക് തരുമെന്ന് എൻ്റെ മാതാവിനോട് ഞാൻ ചോദിക്കുകയാണ്. അമ്മയുടെ അടുത്ത് മകൻ ചോദിക്കുന്ന പോലെ പറയാമെന്ന്. അമ്മ എന്തായാലും ആ കാര്യം നിറവേറ്റി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.